37 വർഷത്തെ സിനിമാ ജീവിതം, 1500-ലേറെ ചിത്രങ്ങൾ, അരങ്ങൊഴിഞ്ഞ് 26 വർഷങ്ങൾക്കിപ്പുറവും മറ്റൊരാൾക്ക് മനശ്ശര നടൻ കുതിരവട്ടം പപ്പുവിന് പകരമാവാൻ കഴിഞ്ഞിട്ടില്ല. നാടകവേദികളിലൂടെയായിരുന്നു പനങ്ങാട്ട് പത്മതലാക്ഷൻ എന്ന പപ്പുവിന്റെ കലാജീവിതം ആരംഭിച്ചത്. രാമു കാര്യാട്ടിന്റെ സംവിധാനത്തിൽ 1963-ൽ പുറത്തെത്തിയ മൂടുപടം എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനയിലും വിൻസെന്റിന്റെ സംവിധാനത്തിലും എത്തിയ ഭാർഗവി നിലയത്തിലെ കഥാപാത്രത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഭാർഗവി നിലയത്തിലെ കഥാപാത്രത്തിന്റെ പേരായിരുന്നു കുതിരവട്ടം പപ്പു എന്നത്. സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ സമ്മാനിച്ച ആ പേര് പിന്നീട് സിനിമാ ലോകത്ത് പത്മതലാക്ഷന്റെ പേരായി മാറി. പപ്പു സ്ക്രീനിലെത്തുന്ന സമയം പ്രേക്ഷകർ രസിക്കുമെന്നത് സ്വാഭാവികമായ ഒരു കാര്യമായി മാറി. തന്റെ തനി നാടൻ കോഴിക്കോടൻ ഭാഷാ ശൈലി കൊണ്ടും റിയലിസ്റ്റിക്കായ അഭിനയ മുഹൂർത്തങ്ങളാലും നർമ്മരംഗങ്ങളാലും മറക്കാനാവാത്ത ദൃശ്യാനുഭൂതി സമ്മാനിച്ച നടനാണ് കുതിരവട്ടം പപ്പു. പപ്പുവിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 26 വർഷങ്ങൾ തികയുകയാണ്. ഒരിക്കലും മറക്കാതെ മലയാളി ജീവിതത്തോട് ചേർത്ത് പിടിച്ച പപ്പുവിന്റെ ഒരുപിടി സിനിമാ ഡയലോഗുകളുണ്ട്. സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി. ഇപ്പൊ ശരിയായി തരാം. ആ ഡീസൽ കൂടെ ഒടുക്കി. ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളൂ. ആഹാ, എന്നാ ഇപ്പൊ ശരിയായി തരാം. താനാരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. നർമ്മവും ലളിതവുമായ അഭിനയ രീതി, അത്രമേൽ കാണുന്ന പ്രേക്ഷകന് അടുപ്പം തോന്നുന്ന, എവിടെയൊക്കെയോ വീണ്ടും കാണുകയും അറിയുകയും ചെയ്യുന്ന ഒരു ചിര പരിചയക്കാരനായിരുന്നു എന്നും സിനിമയിലെ കുതിരവട്ടം പപ്പുവിന്റെ കഥാപാത്രങ്ങൾ. തലയിലെ കെട്ടും അല്പം മുഷിഞ്ഞ വേഷവും ആ നീട്ടിയുള്ള തനി കോഴിക്കോടൻ സ്ലാങ്ങിലെ സംസാരവും തന്നെ മതിയായിരുന്നു പ്രേക്ഷകരിലേക്ക് അയാളെ അടുപ്പിക്കാൻ. എത്രമേൽ ചിരിപ്പിച്ചോ അതിലും ഒരുപിടി ആഴത്തിൽ കരയിക്കാൻ ദി കിങ്ങിലെ കൃഷ്ണൻ എന്ന കഥാപാത്രത്തിന് കഴിഞ്ഞിരുന്നു. 2000-ൽ പുറത്തെത്തിയ നരസിംഹമായിരുന്നു പപ്പു അഭിനയിച്ച അവസാനത്തെ ചിത്രം. ഹാസ്യത്തിന്റെ ലാസ്യാനുഭവങ്ങൾ പങ്കുവച്ച സ്വാഭാവിക അഭിനയം കൊണ്ട് പ്രേക്ഷകരിൽ ഇടം നേടിയ അനശ്വര നടന്റെ ഓർമ്മകൾക്ക് പ്രണാമം.